ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള നവോത്ഥാനം എന്ന സീരീസിൽ ഇന്ന് ആദ്യം സാമൂഹ്യ പരിഷ്കർത്താവും ആധുനിക കവിത്രയത്തിലെ മഹാകവിയുമായ കുമാരനാശാൻ. കുമാരനാശാൻ്റെ ജന്മദേശം ഏത്? കായിക്കര, തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയാണ് കുമാരനാശാൻ്റെ ജന്മദേശം. കുമാരനാശാൻ്റെ ബാല്യകാല നാമം എന്ത്? കുമാരു എന്നതാണ് കുമാരനാശാൻ്റെ ബാല്യകാല നാമം. കുമാരനാശാനെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്ന പേര് കുമാരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ആദ്യ പ്രസിഡൻറ്റ് ശ്രീനാരായണ ഗുരു എന്ന് പഠിച്ചതോർക്കുക. 1903 സ്ഥാപിച്ച SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആര് എന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. വിവേകോദയം മാസിക ആരംഭിച്ചത് ആരാണ്? വിവേകോദയം മാസിക ആരംഭിച്ചത് കുമാരനാശാൻ. SNDP യോഗത്തിൻ്റെ മുഖപത്രമായി 1904 ആരംഭിച്ച വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. കുമാരനാശാൻ വീണപൂവ് രചിച്ച വർഷം ഏത്? കുമാരനാശാൻ വീണപൂവ് രചിച്ചത് എവിടെ വച്ച്? വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത്? വീണപൂവിനെക്കുറിച്ച് ഇങ്ങനെ 3 ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. കുമാരനാശാൻ വീണപൂവ് രചിച്ച വർഷം 1907. പാലക്കാട് ജില്ലയിലെ ജൈനമേട് വച്ചായിരുന്നു രചന. ആദ്യം പ്രസിദ്ധീകരിച്ച പത്രം മൂർക്കോത്ത് കുമാരൻ്റെ പത്രാധിപത്യത്തിലുള്ള മിതവാദി. ജൈനമേട് വെച്ച് കുമാരനാശാൻ 1907 രചിച്ച വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം മൂർക്കോത്ത് കുമാരൻ്റെ മിതവാദി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്നത് വീണപൂവ്. ഒരു സ്നേഹം എന്നും അറിയപ്പെടുന്ന കുമാരനാശാൻ്റെ കൃതി ഏത്? നളിനി. നളിനിയാണ് ഒരു സ്നേഹം എന്നും അറിയപ്പെടുന്ന കൃതി. നളിനിയുടെയും ദിവാകരൻ്റെയും അസാധാരണമായ സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന നളിനിയിലെ വരികളാണ്: തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഇന്ന് ഭാഷയിത് അപൂർണമിന്നഹോ വന്നു പോം പിഴയുമർത്ഥശങ്കയാൽ. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഇന്ന് ഭാഷയിത് അപൂർണമിന്നഹോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ. മാംസനിബദ്ധമല്ല രാഗം എന്നുദ്ഘോഷിക്കുന്ന കുമാരനാശാൻ കൃതി ഏത്? മാംസനിബദ്ധമല്ല രാഗം എന്നുദ്ഘോഷിക്കുന്ന കൃതി ലീല. മരണത്തിന് പോലും വേർപെടുത്താനാകാത്ത ലീലയുടെയും മദനൻ്റെയും ദിവ്യപ്രണയമാണ് ലീലയിൽ കുമാരനാശാൻ അവതരിപ്പിക്കുന്നത്. മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാൻ കൃതി ഏത്? മാതങ്കിയും ആനന്ദഭിക്ഷുവും കഥാപാത്രങ്ങളായി വരുന്ന കുമാരനാശാൻ രചിച്ച കൃതി ചണ്ഡാല ഭിക്ഷുകി. ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കുന്ന ചണ്ഡാല ഭിക്ഷുകിയിലെ വരികളാണ്: സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. അതുപോലെ തന്നെ ചണ്ഡാല ഭിക്ഷുകിലെ പ്രസിദ്ധമായ മറ്റു ചില വരികളാണ്: ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി ഏത്? ദുരവസ്ഥ. ഉയർന്ന ജാതിയിലുള്ള സാവിത്രി അന്തർജനവും അധസ്ഥിതനായ ചാത്തനും നായികാനായകന്മാരായ ദുരവസ്ഥ കുമാരനാശാൻ്റെ ഏറ്റവും ദീർഘമായ കൃതിയാണ്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി ദുരവസ്ഥ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം മാറ്റുവതികളെ നിങ്ങളെത്താൻ എന്ന വരികൾ
ദുരവസ്ഥയിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം മാറ്റും അതുകളി നിങ്ങളെത്താൻ എന്ന വരികൾ ദുരവസ്ഥയിൽ. AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ രചിച്ച കൃതി ഏത്? പ്രരോദനം. പ്രിയ സുഹൃത്തും ഗുരുതുല്യനുമായ AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കൃതി പ്രരോദനം. ആശാൻ്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൃതിയാണ് പ്രരോദനം. ടാഗോറിൻ്റെ ശിവഗിരി സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സന്ദർശനത്തിൻ്റെ ദ്വിഭാഷിയായിരുന്ന കുമാരനാശാൻ ടാഗോറിനെക്കുറിച്ച് എഴുതിയ കൃതി ഏത്? ദിവ്യകോകിലം. ശ്രീനാരായണ ഗുരുവും ടാഗോറും ശിവഗിരിയിൽ 1922 നവംബർ 15 കണ്ടുമുട്ടിയപ്പോൾ ദ്വിഭാഷിയായത് കുമാരനാശാൻ. തിരുവനന്തപുരത്ത് നടന്ന പൗരസമ്മേളനത്തിൽ ടാഗോറിന് മംഗളമാശംസിച്ച് കുമാരനാശാൻ അവതരിപ്പിച്ച കവിതയാണ് ദിവ്യകോകിലം. ആരുടെ രചനയാണ് ശ്രീബുദ്ധചരിതം എന്ന പേരിൽ കുമാരനാശാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയാണ് കുമാരനാശാൻ്റെ ശ്രീബുദ്ധചരിതം. എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ മലയാള പരിഭാഷ ശ്രീബുദ്ധചരിതം. രചന കുമാരനാശാൻ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ്? കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലാണ് ഈ വരികൾ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാൻ്റെ വരികൾ ഒരു ഉദ്ബോധനം എന്ന കവിതയിലാണ്. കുമാരനാശാൻ രചിച്ച നാടകം ഏത്? കുമാരനാശാൻ രചിച്ച നാടകമാണ് വിചിത്ര വിജയം. കുമാരനാശാൻ്റെ നാടകം വിചിത്ര വിജയം. സ്നേഹിക്കെ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, ദ്രോഹം ദ്വേഷത്തെ നീക്കിടാം സ്നേഹം നീക്കിടും ഓർക്ക നീ. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, ദ്രോഹം ദ്വേഷത്തെ നീക്കിടാ സ്നേഹം നീക്കിടും ഓർക്ക നീ എന്നീ വരികളുള്ള കുമാരനാശാൻ്റെ വിഖ്യാതമായ നാടകമാണ് വിചിത്ര വിജയം. ചിന്താവിഷ്ടയായ സീത, ഗ്രാമവൃക്ഷത്തിലെ പൂങ്കുയിൽ, മൃത്യുഞ്ജയം എന്നിവ ആരുടെ കൃതികളാണ്? ചിന്താവിഷ്ടയായ സീത, ഗ്രാമവൃക്ഷത്തിലെ പൂങ്കുയിൽ, മൃത്യുഞ്ജയം എന്നിവ കുമാരനാശാൻ്റെ കൃതികൾ. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും പിന്നെ വെളിച്ചമായി വരും എന്ന വരികൾ ചിന്താവിഷ്ടയായ സീതയിലാണ്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും പിന്നെ വെളിച്ചമായി വരും എന്ന വരികൾ ചിന്താവിഷ്ടയായ സീതയിൽ. വാസവദത്തയും ഉപഗുപ്തനും കഥാപാത്രങ്ങളായി കുമാരനാശാൻ രചിച്ച കൃതി ഏത്? കരുണ. ആശാൻ്റെ അവസാനത്തെ കൃതിയായ കരുണയിലെ കഥാപാത്രങ്ങളാണ് അഭിസാരികയായ വാസവദത്തയും ഭിക്ഷുവായ ഉപഗുപ്തനും. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും എന്ന വരികൾ കരുണയിലാണ്. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും എന്നത് കരുണയിലെ പ്രസിദ്ധമായ വരികളാണ്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി കുമാരനാശാൻ. ആശാൻ കവിതകളിലെ സ്ഥായിയായ ഭാവമാണ് സ്നേഹം. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചതാര്? ജോസഫ് മുണ്ടശ്ശേരി. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് പ്രസിദ്ധ നിരൂപകനായ ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാന് 1922 മഹാകവിപ്പട്ടം നൽകിയത് ആര്? മദ്രാസ് സർവകലാശാലയാണ് കുമാരനാശാന് 1922 മഹാകവിപ്പട്ടം നൽകിയത്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവിയാണ് കുമാരനാശാൻ. ആശാന്
മഹാകവി പട്ടം നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റി. 1922 ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും പുരസ്കാരം ലഭിച്ച കവിയേത്? കുമാരനാശാൻ. ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് 1922 പട്ടും വളയും ലഭിച്ച കവി കുമാരനാശാൻ. 1924 റെഡീമർ ബോട്ടപകടത്തിൽ കുമാരനാശാൻ മരണപ്പെട്ട ജലാശയം ഏത്? പല്ലനയാറ്. പല്ലനയാറിൽ റെഡീമർ എന്ന ബോട്ട് മുങ്ങിയായിരുന്നു കുമാരനാശാൻ്റെ മരണം. കുമാരനാശാൻ കൊല്ലപ്പെട്ട ബോട്ടപകടം നടന്ന ജലാശയം പല്ലനയാറ്. ഏത് മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികമായിരുന്നു 2024 ജനുവരി. കുമാരനാശാൻ പല്ലനിയാറിലെ ബോട്ടപകടത്തിൽ മരണപ്പെട്ട ദിവസം 1924 ജനുവരി 16. ബോട്ടപകടത്തിൽ മരണപ്പെട്ട മലയാളത്തിൻ്റെ മഹാകവി ആര് എന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആര്? കുമാരനാശാൻ. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരനാശാൻ. കുമാരനാശാൻ്റെ ചിത്രം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട വർഷം 1973. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തോന്നക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് കുമാരനാശാൻ സ്മാരക മന്ദിരം. അടുത്ത നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മവർഷം ഏത്? 1863 ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മവർഷം. സ്വാമി വിവേകാനന്ദൻ, അയ്യങ്കാളി എന്നിവരെ പോലെ 1863 ഡോക്ടർ പൽപ്പുവിൻ്റെയും ജന്മവർഷം. ജനിച്ച സ്ഥലം പേട്ട, തിരുവനന്തപുരം. ഡോക്ടർ പൽപ്പു അന്തരിച്ചത് ഏത് വർഷമാണ്? 1950 ഡോക്ടർ പൽപ്പു മരിച്ച വർഷം. കൃത്യമായി പറഞ്ഞാൽ 1950 ജനുവരി 25. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 തൊട്ട് തലേ ദിവസം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേ ദിവസം അന്തരിച്ച കേരളീയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ പേരെന്ത്? പത്മനാഭൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ നാമം പത്മനാഭൻ. തിരുവിതാംകൂറിലെ പേട്ടയിൽ ജനിച്ച ഡോക്ടർ പൽപ്പുവിൻ്റെ അപരനാമമാണ് തിരുവിതാംകോട്ടെ തീയൻ. തിരുവിതാംകോട്ടെ തീയൻ. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിൻ്റെ തൊഴിൽ എന്തായിരുന്നു? മദ്രാസ് മെഡിക്കൽ കോളേജിലും ഇംഗ്ലണ്ടിലുമായി മെഡിക്കൽ പഠനം നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ പൽപ്പു. താഴ്ന്ന ജാതിക്കാരനായതിനാൽ തിരുവിതാംകൂർ ഹെൽത്ത് സർവീസിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചില്ല. അദ്ദേഹം തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ്. തുടർന്ന് അദ്ദേഹം മൈസൂരിലെത്തി. മൈസൂർ സംസ്ഥാനത്തിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസറായി അവിടെ നിയമനം ലഭിച്ചു. മൈസൂരിൽ പ്ലാഗ് പടർന്നു പിടിച്ചപ്പോൾ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഡോക്ടറാണ് ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജഗുരു ആരുടെ മകനാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു. ഊട്ടിയിലെ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. നടരാജഗുരുവിൻ്റെ പിതാവാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ബാംഗ്ലൂരിലും കൽക്കത്തയിലുമായി കുമാരനാശാൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഡോക്ടർ പൽപ്പുവാണ്. ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും കുമാരനാശാനെ ചിന്നസ്വാമി എന്നും ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നു. SNDP യോഗം സ്ഥാപിച്ചപ്പോൾ
ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആയത് ഡോക്ടർ പൽപ്പുവാണ്. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ, ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ആര്? ഈഴവ മഹാസഭയുടെ സ്ഥാപകനാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം 1896. ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. മലബാർ ഇക്കണോമിക് യൂണിയൻ്റെ സ്ഥാപകൻ ആര്? മലബാർ ഇക്കണോമിക് യൂണിയൻ്റെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. മലബാർ ഇക്കണോമിക് യൂണിയൻ്റെ ആപ്തവാക്യം ഏതെന്ന് ചോദിച്ചാൽ ത്രൈവ് ത്രൂ ഇൻഡസ്ട്രി. ത്രൈവ് ത്രൂ ഇൻഡസ്ട്രി, വ്യവസായത്തിലൂടെ അഭിവൃദ്ധിപ്പെടുക. വ്യവസായത്തിലൂടെ അഭിവൃദ്ധിപ്പെടുക. മലബാർ ഇക്കണോമിക് യൂണിയൻ്റെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിൽ? തിരുവിതാംകൂറിലെ 5 ലക്ഷം വരുന്ന ഈഴവർ അനുഭവിക്കുന്ന അവശതകളും മനുഷ്യാവകാശ നിഷേധങ്ങളും ഉൾക്കൊള്ളിച്ച് 13,176 പേർ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഒപ്പിട്ടവരുടെ എണ്ണം ഓർക്കുക, 13,176. തീയതി 1896 സെപ്റ്റംബർ 3. സമർപ്പിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം ഡോക്ടർ പൽപ്പു. ഇതോടൊപ്പം ഓർക്കുക, തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണമെന്ന ആവശ്യവുമായി 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിന് നൽകിയ നിവേദനമായ മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവിനാണ്. സമർപ്പിച്ച വർഷം കൂടി ഓർക്കുക, 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന് 1900. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ ആരുടെ കൃതിയാണ്? ഡോക്ടർ പൽപ്പു ഇംഗ്ലീഷിൽ രചിച്ച കൃതിയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. മലയാളത്തിൽ ഈ കൃതിയുടെ തലക്കെട്ട് തിരുവിതാംകോട്ടെ ഈഴവർ എന്നാണ്. ഇംഗ്ലീഷിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ, മലയാളത്തിലെ പേര് തിരുവിതാംകോട്ടെ ഈഴവർ. രചന ഡോക്ടർ പൽപ്പു. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. അടുത്ത നവോത്ഥാന നായകൻ ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള എന്ന ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണം എന്ന ആവശ്യവുമായി അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളിന് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങൾ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായ GP പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിൽ നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഓർക്കുക, മലയാളി മെമ്മോറിയലിൻ്റെ സൂത്രധാരൻ GP പിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്. തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? 10,028 പേരുടെ ഒപ്പുകൾ ഉണ്ടായിരുന്ന മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരൻ KP ശങ്കരമേനോനാണ്. രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ള, മൂന്നാമത്തെ ഒപ്പുകാരൻ ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ നിവേദനത്തിൻ്റെ രചനയിൽ പ്രധാന പങ്ക് വഹിച്ചത്
സാഹിത്യകാരനായ സി വി രാമൻപിള്ള. ഓർക്കുക, മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028. ആദ്യ ഒപ്പുകാരൻ കെ പി ശങ്കരമേനോൻ, രണ്ടാമത് ജി പി പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു. നിവേദനത്തിൻ്റെ രചനയിൽ പ്രധാന പങ്ക് വഹിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷമേത്? 1891 ജനുവരി 1. ഇത് PSC പല പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് നൽകിയ വർഷം 1891 ജനുവരി 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ജി പി പിള്ള. 1894 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനവും വഹിച്ചിട്ടുണ്ട് ജി പി പിള്ള. അങ്ങനെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂറുകാരനാണ് ജി പി പിള്ള. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി ആര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ആത്മകഥയിൽ ഗാന്ധിജി പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ജി പി പിള്ള. ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ജി പി പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായ മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ പത്രാധിപരായ മലയാളി ആര്? മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ മലയാളി പത്രാധിപർ ജി പി പിള്ള. എഡിറ്റർമാരുടെ എഡിറ്റർ എന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ജി പി പിള്ളയെയാണ്. ജി പി പിള്ള പത്രാധിപരായിട്ടുള്ള പത്രങ്ങൾ മദ്രാസ് സ്റ്റാൻഡേർഡ് മാത്രമല്ല, ഹിന്ദു, മെയിൽ, ദി ഹിന്ദു, ദി മെയിൽ എന്നീ പത്രങ്ങളിലും ജി പി പിള്ള പത്രാധിപരായിട്ടുണ്ട്. എഡിറ്റർമാരുടെ എഡിറ്റർ എന്നറിയപ്പെടുന്നത് ജി പി പിള്ള. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പി പിള്ള. തിരുവിതാംകൂറിൻ്റെ വന്ധ്യ വയോധികൻ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നും ജി പി പിള്ള അറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ജി പി പിള്ള. അടുത്ത നവോത്ഥാന നായകൻ ടി കെ മാധവൻ. ഫാദർ ഓഫ് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് അഥവാ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് ടി കെ മാധവൻ. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവൻ. 1915 ടി കെ മാധവൻ ആരംഭിച്ച പത്രമേത്? 1915 ടി കെ മാധവൻ ആരംഭിച്ച പത്രമാണ് ദേശാഭിമാനി. 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ച് ഇപ്പോഴും CPMൻ്റെ മുഖപത്രമായി തുടരുന്ന ദേശാഭിമാനി അല്ല ടി കെ മാധവൻ്റെ ദേശാഭിമാനി എന്ന് മനസ്സിലാക്കുക. ഓർക്കുക, സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധനായ പത്രാധിപർ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. 1915 ആരംഭിച്ച ദേശാഭിമാനിയുടെ പത്രാധിപർ ദേശാഭിമാനി ടി കെ മാധവൻ. ഈഴവ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? ഈഴവ സമാജത്തിൻ്റെ സ്ഥാപകൻ ടി കെ മാധവൻ. ഇതോടൊപ്പം ഓർക്കുക, ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു, തിരുവിതാംകൂർ ഈഴവ മഹാജനസഭയുടെ സ്ഥാപകൻ സി കേശവൻ, ഈഴവ സമാജത്തിൻ്റെ സ്ഥാപകൻ ടി കെ മാധവൻ. പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാം? ടി കെ മാധവൻ, ഇ ജെ ജോൺ, എൻ വി ജോസഫ് എന്നിവരായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ. തിരുവിതാംകൂറിൽ എല്ലാ ജനങ്ങൾക്കും ജാതി മതഭേദമില്ലാതെ സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് 1919 മുതൽ 1922 വരെ. 1918 ഡിസംബർ 18 പൗരസമത്വവാദത്തെക്കുറിച്ച് ആദ്യമായി ലേഖനമെഴുതിയത് ടി കെ മാധവനാണ് ദേശാഭിമാനിയിൽ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുക്കുകയും സാമൂഹ്യനീതിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ആര്? 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത് തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കിച്ചത് ടി.കെ. മാധവനാണ്. ഓർക്കുക, സാമൂഹ്യനീതിക്ക് വേണ്ടി വാദിച്ച് INCയുടെ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നായകൻ ടി.കെ. മാധവൻ. 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹ സമരം എത്ര ദിവസം നീണ്ടുനിന്നു എന്ന് ചോദിച്ചാൽ 603 ദിവസം. ഒത്തുതീർപ്പ് നിർദ്ദേശപ്രകാരം ഗവർണർക്ക് റോഡ് തുറന്നുകൊടുത്ത വർഷം 1928. ഓർക്കുക, വൈക്കം സത്യാഗ്രഹ നായകൻ ടി.കെ. മാധവൻ. ഡിയർ ഫ്രണ്ട്സ്, കേരള നവോത്ഥാനം എന്ന സീരീസിൻ്റെ 10ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.